ഷാർജയിൽ താമസിക്കുന്നവർ ഈ പാർക്കിൽ പോകാത്തതായിട്ട് ഉണ്ടാവില്ല. എല്ലാവരും ഈ പാർക്കിൽ പോയിട്ടുണ്ടായിരിക്കും. ഇവിടെ അടുത്തുള്ളൊരു ലേക്കാണ്. അതിൻ്റെ അടുത്തൊരു നല്ല പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ആ പാർക്കിൽ ഫാമിലീസ് എല്ലാവരും ഫുഡൊക്കെ കൊണ്ട് പോയിട്ട് ഈവനിങ് നൈറ്റ് ഫുള്ള് സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളും പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് പോയത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആയതുകൊണ്ട് 5:30 ആയാലും നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ചപോലെ വെയിലുണ്ടായിരുന്നു, ചൂടും ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള അത്രയും ചൂടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. ഷാർജയിൽ ഈ പാർക്കിൽ കുറച്ച് നേരം പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. അപ്പോഴത്തൊരു ചെറിയ വ്ളോഗാണ്. ഞാനും മോളും കൂടെ ഫോൺ ആദ്യം വെച്ചപ്പോൾ താഴെ വീഴുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടി. ഇങ്ങനെ ഒത്തിരി പ്രാവുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അതിങ്ങനെ പറന്നു പോകും. പക്ഷെ പറന്നു പോയാലും അത് തിരിച്ചു വന്നതേപോലെ ഇരിക്കും. നല്ല രസമുണ്ടായിരുന്നു. മോൾക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു ഒത്തിരി പ്രാവിനെ കണ്ടപ്പോൾ. പിന്നീട് അവൾ അതിൻ്റെ കൂടെ നന്നായിട്ട് കിടന്ന് എന്നെക്കാട്ടിയും സ്പീഡ് അവൾക്കായിരുന്നു. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിങ്ങനെ പറന്ന് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല പൂക്കളൊക്കെ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ മോക്ക് ഡേറ്റ്സിൻ്റെ പച്ചയല്ലേ എൻ്റെ കായ് ഇങ്ങനെ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കയ്യിലെടുത്ത് കൊടുത്തു. അത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അത് ഡേറ്റ്സിൻ്റെ കായ അവിടെ തൊഴിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ. അത് അവൾക്കതങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് കൊടുത്തു. ഞാൻ ഓരോന്നായിട്ടല്ലേ കൊടുത്തേ. ഞാൻ കൊടുത്തതിന് എല്ലാം മൊത്തത്തിൽ അവളുടെ അടുത്ത് കിട്ടും. അവൾക്കറിയില്ലല്ലോ ഒന്നൊന്നായിട്ടാണ് ഇടേണ്ടതെന്ന്. ഒന്നൊന്നായിട്ടിടാത്തത്. ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അപ്പുറത്ത് ഇതിങ്ങനെ കിടക്കുമല്ലോ, ആ സൈഡിലൊരു ഐലൻഡ് ഉണ്ട്. അത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. ആ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു ദിവസം പോയി കാണുന്നുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡനും സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഐലൻഡിൻ്റെ സൈഡിലും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് തളർന്നപ്പോൾ തിരിക്കുന്നതാണ്. ചേട്ടൻ പിന്നെ കുറച്ച് ചൂടൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ തണലത്ത് തന്നെ അങ്ങിരുന്നു, വെയിലത്തോട്ടൊന്നും വന്നില്ല. ഞങ്ങൾ മോനും അത്ര ഓക്കെ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ കുറച്ച് ചൂടുമുണ്ട്, പിന്നെ വെയിലും ഉണ്ടായിരുന്നല്ലോ. ഞാനും മോളുമാണ് കൂടുതലും കിടന്ന് കളിച്ചത്. അവർ ആ തണലത്തിരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു ചൂടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങ് പോയിരുന്നോളാം പറഞ്ഞു. മോള് ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ പ്രാവിൻ്റെ അടുത്തോട്ട് വരാൻ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഒത്തിരി പ്രാവിരിക്കുന്നതുകൊണ്ട് അവൻ ധൈര്യം സംഭരിച്ച് വന്നിട്ട് അവൻ തിരിച്ചു ഓടി. അവൻ അടുത്തോട്ട് വന്നിട്ടില്ലായിരുന്നു. അവനും ചേട്ടനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മോൾക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് അവളും എൻ്റെ കൂടെ വന്നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. മോൻ ഇത്രയും പ്രാവ് ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഗാമാളിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ കുറച്ച് അപ്പുറത്താണ് മെഗാമാൾ. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് ഡങ്കിൻ അവിടെ നിന്ന് പേരെന്തോന്ന് ഡോനറ്റ്സ് ഇല്ലേ, ഡോനറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് അത് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കഴിച്ചതാണ്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിച്ചിട്ട് കുറേ ദിവസമായതുകൊണ്ട് അവിടെ പോയിട്ടൊന്ന് കഴിച്ചു. ഇത് ഞാൻ എൻ്റെ കൂടെ നിന്ന മക്കളൊക്കെ ഓടിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് മെഗാമാളിലോട്ട് പോയി. മെഗാമാളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു മാളാണ്. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മാളല്ലേ ഞങ്ങൾ എപ്പോഴും പോകാറുള്ളൂ. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു സന്തോഷം. നമ്മളെപ്പോഴും ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് പോകാനുള്ള അവസരങ്ങൾ ഒന്നും നമ്മൾ പാഴാക്കാറില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോകും. കുട്ടികൾക്കും അതിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ പകലൊന്നും അങ്ങനെ പോകാറില്ല. വൈകിട്ട് ഈവനിങ് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. മാളിനകത്തൊക്കെ പോയിരിക്കാൻ നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ അവിടെ ചൂടില്ലല്ലോ, പുറത്താണ് ചൂട്. ഈവനിങ് ആകുമ്പം പക്ഷേ ഓക്കെയാണ്. നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ച് നമ്മുടെ മാളിൻ്റെ കൂടെ വരുന്ന ഷോപ്പല്ലേ, അപ്പോൾ അവിടെ തന്നെ കഴിക്കാനുള്ള ഒരു ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഇത് മാളിൽ വെച്ച് എടുത്തതാണ്. മോളുടെ അടുത്ത് മോന് ഇങ്ങനെ നിൽക്കണം, മറ്റേ നമ്മുടെ ഡോളൊക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫ്രോക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണമെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോളൊന്ന് ചെറുതായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനുമില്ല, ഡോളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളല്ലേ അവർ, ഞാൻ ഈ ടോയ് സെക്ഷൻ ഷോപ്പ് കാണിക്കാതെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇന്ന് അവളത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് കുറച്ചൊന്ന് വാശി പിടിച്ചായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ അവൾ വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല, കുഴപ്പമില്ലായിരുന്നു. അവസാനം ചിരിച്ചു. എല്ലാ ഡോളും ഉണ്ടല്ലോ. ഡോള് വാങ്ങി തരില്ല. എവിടെ ചിരിച്ചേ നോക്കട്ടെ, ചിരിച്ചേ. എവിടെ 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 ചിരിക്കുന്ന കണ്ടൂടാ. എവിടെ ചിരിച്ചതൊന്ന് കാണട്ടെ, ചിരിക്കുന്ന കാണട്ടെ. അത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്